ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇൻസ്റ്റൻ്റ് ആയിട്ട് എങ്ങനെയാണ് മിൽക്ക് പേട തയ്യാറാക്കാമെന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് പേട കഴിക്കാൻ അല്ലേ. അപ്പോൾ അത് ഓതൻറ്റിക് ആയിട്ട് ഉണ്ടാക്കുന്നത് ഒരുപാട് ടൈം എടുത്തിട്ടാണ്. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് എങ്ങനെ എത്രയും പെട്ടെന്ന് 15 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് പേട തയ്യാറാക്കാമെന്നുള്ളതാണ്. ഇതിന് 3 ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ആദ്യം ഒഴിക്കണം. ഇതിലേക്ക് 3 ടീസ്പൂൺ നെയ്യാണ് മൊത്തത്തിൽ ആവശ്യമുള്ളത്. അതിൽ ആദ്യം 1 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ 1/4 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക്, അതുപോലെ നെയ്യ്, പിന്നെ പാൽപ്പൊടി, ഇത് 3 വെച്ചിട്ടാണ് ഞാൻ ഈ പേട തയ്യാറാക്കുന്നത്. അപ്പോൾ മിൽക്ക് മെയ്ഡിലെ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ നമുക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ഞാൻ 1 കപ്പാണ് ആഡ് ചെയ്യുന്നത്. പാൽപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കണം. ലോ ഫ്ലെയിമിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ ഈ പേട ഉണ്ടാക്കി കഴിയുന്നത് വരെ. പിന്നെ നന്നായി മിക്സ് ചെയ്യണം. അതിൽ പാൽപ്പൊടിയൊക്കെ കട്ട കൂടാതെ കിട്ടിയിട്ട് നന്നായി മിക്സ് ചെയ്യണം. അങ്ങനെ നമ്മൾ ഇത് കുറേ നേരം ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 15, 12, 13 മിനിറ്റോളം ഇളക്കിക്കൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 ടീസ്പൂണാണ് മൊത്തത്തിൽ ആവശ്യമുള്ളത്. അതിൽ 1 ടീസ്പൂൺ ആദ്യം ചേർത്തു. പിന്നെ ഞാൻ ഈ സമയത്താണ് 1 ടീസ്പൂൺ ചേർത്തത്. അപ്പോൾ നമ്മൾ ഇളക്കിയിട്ട് പാനിൽ നിന്ന് വിട്ട് പോരുന്ന പരുവത്തിൽ, അതായത് ഒരു മാവിൻ്റെ രൂപത്തിലാവുക, ഡോ പോലെ ആയി കഴിഞ്ഞാലാണ് നമ്മൾക്ക് ഇത് റെഡിയായി എന്ന് മനസ്സിലാവുക. പിന്നെ ഇതിലേക്ക് 1 നുള്ള് ഏലക്കായൻ്റെ പൊടി ചേർക്കണം. അതുപോലെ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നന്നായി ഇളക്കണം. അപ്പോൾ കണ്ടോ, പാനിൽ നിന്ന് വിട്ട് പോകുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട്. പക്ഷെ എന്നാലും കുറച്ച് നേരം കൂടി ഇളക്കണം. ഒരു ഡോ പോലെ, നമ്മൾ ചപ്പാത്തിൻ്റെ മാവൊക്കെ കുഴക്കുമ്പോൾ ഒരു ഡോ കിട്ടുമല്ലോ, അതുപോലത്തെ ഒരു ഇതായി കിട്ടണം. ഈ പേടൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ ആയിരിക്കണം. എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു 5 or 10 മിനിറ്റ് വെക്കണം. ഒന്ന് തണുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ നെയ്യ് തടവിയിട്ട് നമുക്ക് ഓരോ ഉരുളകളാക്കിയിട്ട് റൗണ്ട് ഷേപ്പിലോ ഏത് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കാം. ഞാനിവിടെ ആക്കിയിട്ടുള്ളത് ഇങ്ങനത്തെ റൗണ്ട് ഷേപ്പിലായിരുന്നു. എന്നിട്ട് ബദാം ഒന്ന് ഡെക്കറേഷന് വേണ്ടി വെച്ചെടുത്തു. പിന്നെ രണ്ടാമത്തെ ഷേപ്പിൽ ഞാൻ ആക്കിയത് ഒരു ആപ്പിളിൻ്റെ ഷേപ്പിലാണ്. ആപ്പിള് പോലെ റൗണ്ട് ആക്കിയിട്ട് അതിൻ്റെ നടുവിൽ ഗ്രാമ്പു വെച്ചെടുത്തു. അതുപോലെ മിൻറ്റ് ലീവ്സും വെച്ചെടുത്തു. വെറുതെ ഒരു ഡെക്കറേഷന് വേണ്ടി മാത്രം ചെയ്തതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ നല്ല സ്ട്രക്ചർ, നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ആ സ്ട്രക്ചർ തന്നെ ആയിരുന്നു. ഇത് തണുക്കാൻ വേണ്ടി വെക്കണം റൂം ടെമ്പറേച്ചറിൽ. എന്നിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക്